ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അനധികൃത കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് ആദ്യം ജയിലിലടക്കുകയും പിന്നീട് കൈക്കും കാലിലും ചങ്ങലക്കിട്ട് അമേരിക്കയുടെ എയർഫോഴ്സ് വിമാനങ്ങളിൽ അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത്. ഇത് ലോകവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് കാട്ടുന്നത് മനുഷ്യത്വമില്ലായ്മയാണെന്നും ഇത് മനുഷ്യാവകാശങ്ങളുടെ ക്രൂരമായ ലംഘനമാണ് എന്നുമൊക്കെയാണ് പല രാജ്യങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതേസമയം ട്രംപ് ആകട്ടെ താൻ ചെയ്തൊക്കെ ശരി തന്നെയാണ് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ട്രംപ് വേറൊരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. $140 മില്യൺ മുടക്കി ഏതാനും പുതിയ ബോയിങ് വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് നാട് കടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. 6 ബോയിങ് വിമാനങ്ങളാണ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടുന്ന ഫണ്ട് ഈ $140 മില്യൺ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നാട് കടത്തുന്നതിനും അതുപോലെ മറ്റ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി അമേരിക്കൻ കോൺഗ്രസ് വലിയ തോതിലുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള തുക എടുത്താണ് ഈ വിമാനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ തന്നെ ഡെയ്ഡ്ലസ് എന്ന പ്രശസ്തമായ വിമാന കമ്പനിയിൽ നിന്നാണ് ഈ വിമാനങ്ങൾ വാങ്ങുന്നത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ഇതിനോടകം തന്നെ സ്വയം നാട് കടത്താതെ തന്നെ അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. കാരണം ജയിലകപ്പെട്ടാലുള്ള ഭീകരാവസ്ഥ നന്നായി അറിയാവുന്നുള്ള അവർ പലരും സ്വമേധയാ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങി. എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ നേരത്തെ അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങളിലും മറ്റും കൈക്കും കാലിലും ചങ്ങലക്കിട്ട് നാട് കടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കാരണം ഇവർ പലയിടങ്ങളിലും ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെത്രയും വേഗം പിടികൂടി നാട്ടിലേക്ക് അയക്കുക എന്നുള്ളത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ കൂടി ആവശ്യമാണ് എന്നാണ് ട്രംപിൻ്റെ അനുയായികൾ പറയുന്നത്. കോടിക്കണക്കിന് മില്യൺ ഡോളർ ഇതിലൂടെ ലാഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ താമസിക്കുന്നിടത്തോളം കാലം ഇവരുടെ സംരക്ഷണത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പണം അമേരിക്കൻ സർക്കാരിന് ചിലവാക്കേണ്ടി വരും. അതിനേക്കാളും ഭേദം 5-6 ബോയിങ് വിമാനങ്ങൾ വാങ്ങി ഇവരെ അങ്ങ് നാട് കടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത്.